നമസ്കാരം. പേടിയാണോ സഖാക്കളെ? കഴിഞ്ഞ 10 വർഷം തുടർഭരണത്തിലൂടെ കാണിച്ചു കൂട്ടിയ അഴിമതിക്കും അക്രമത്തിനും പൊതുജനം തിരിച്ചടി തരുമെന്ന ഭയമാണ്. തിരഞ്ഞെടുപ്പിനെ അന്തസ്സായി നേരിട്ട് തോൽവിയായാലും ജയമായാലും ഏറ്റെടുക്കാനുള്ള തണ്ടലില്ലെങ്കിൽ ഇതല്ല ഇതിനപ്പുറവും നടക്കും. രാജ്യമല്ലെങ്കിൽ സംസ്ഥാനം ഒരു തിരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ നടപ്പാക്കുന്ന സ്വാഭാവികമായ തർക്കങ്ങളും വാദങ്ങളും ഒക്കെ എല്ലാ പാർട്ടിക്കുള്ളിലും നടക്കുന്നുണ്ട് എന്ന് കരുതി അതിനെ വോട്ട് ബാങ്കാക്കി മാറ്റാൻ ശ്രമിക്കുമ്പോൾ ഇപ്പോൾ മുറിവുണങ്ങാത്ത അയ്യപ്പന്റെ സ്വർണം കെട്ട നാണക്കേടും PM ശ്രീ പദ്ധതിയിൽ പാർട്ടിക്കുള്ളിൽ ചേരിതിരിഞ്ഞ് പോരടിക്കുന്നതും ഒന്നും മറന്നു പോകരുത് സഖാക്കൾ. കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷം തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന ഈ ദിവസങ്ങളിൽ തീവ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഭരണകക്ഷിയായ LDF-നുള്ളിൽ തന്നെ തോൽവി എന്ന ഭയം പൊങ്ങി വരുന്നതിന്റെ സൂചനകൾ പൊതുപ്രവർത്തകരുടെയും രാഷ്ട്രീയ നിരീക്ഷകരുടെയും അഭിപ്രായങ്ങളിൽ വ്യക്തമാണ്. പല മേഖലകളിലും ജനവികാരങ്ങൾ സർക്കാരിനെതിരെ തിരിച്ചൊഴുകുന്നു. ഇത് ഏറെ ഗൗരവമായ നേതൃത്വത്തെ ബാധിക്കുന്നതായും നേതാക്കന്മാരുടെ പിന്നിൽ നിന്ന് കുത്തിയും കുതുകാൽ വെട്ടിയും നേതാക്കന്മാരെ പലരെയും തള്ളിയിട്ട് മുന്നേറാനുള്ള വ്യഗ്രത കണ്ടാൽ തന്നെ മനസ്സിലാകും. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് തിരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തിൽ ചില സ്ഥാനാർത്ഥികളെ പാതിവഴിയിൽ തന്നെ പുറത്താക്കാൻ LDF മത്സരിക്കുന്നത്, അല്ലെങ്കിൽ അയോഗ്യതയെ ചൂണ്ടിക്കാട്ടി മത്സരിക്കാനാവാത്ത നിലയിലേക്ക് അവരെ തള്ളിവിടുന്നു. തിരുവനന്തപുരത്ത് വൈഷ്ണ എന്ന സ്ഥാനാർത്ഥിയുടെ അപ്രതീക്ഷിത സ്ഥാനാർത്ഥിത്വ നഷ്ടം ഉൾപ്പെടെ ഈ സംഭവങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്കിടയാക്കിയിരിക്കുകയാണ്. വോട്ടർ പട്ടികയിൽ കോർപ്പറേഷൻ മുട്ടട വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷിന്റെ പേരിനൊപ്പമുള്ളത് തെറ്റായ വീട്ടുനമ്പറാണെന്ന് പരാതി നൽകിയ അതേ CPM ബ്രാഞ്ച് അംഗത്തിന്റെ പേരിനൊപ്പമുള്ള വീട്ടുനമ്പറിൽ താമസിക്കുന്നത് 1ഉം 2ഉമല്ല 22 പേരാണെന്നുള്ള രേഖകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ രേഖ പുറത്തു വന്നതോടെ വൈഷ്ണയ്ക്കെതിരെ വടിവാളെടുത്തവരുടെയൊക്കെ ഉത്തരം മുട്ടിയിരിക്കുകയാണ്. അതേസമയം വോട്ടർ പട്ടികയിൽ പേരു ചേർക്കാനും ഒഴിവാക്കാനും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ അവസാന അവസരത്തിന്റെ മറവിൽ പല വാർഡുകളിലും വോട്ടർമാരെ കൂട്ടത്തോടെ ഒഴിവാക്കുകയോ കൂട്ടിച്ചേർക്കുകയോ ചെയ്തെന്ന് ഇതോടെ വ്യക്തമാവുകയും ചെയ്യുന്നുണ്ട്. ഭരണകക്ഷിയുടെ എതിരാളികളില്ലാത്ത മത്സരം എന്ന കണക്കുകൂട്ടലാണ് ഇവിടെയൊക്കെ വളരെ വ്യക്തമായി പ്രകടമാകുന്നത്. വിവാദങ്ങൾ ഉയരുന്ന രീതിയിൽ കണ്ടാൽ ഒരു കാര്യമാണ് മുഖത്തു നോക്കി ചോദിക്കാനുള്ളത്. LDF ഭരണകക്ഷി തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി മത്സര രംഗത്ത് നിന്ന് ശക്തമായ എതിരാളികളെ ഒഴിവാക്കി കളം സുരക്ഷിതമാക്കാൻ ശ്രമിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് ജനാധിപത്യത്തിന്റെ ഒരു മഹോത്സവമാണ്. ഇവിടെ ജയിക്കേണ്ടത് ജനങ്ങളുടെ മനസ്സ് നേടിയിട്ടാണ്. എന്നാൽ സർക്കാരിനെതിരെ ഉയർന്നു വരുന്ന അഴിമതി, അധികാര ദുരുപയോഗം, അക്രമങ്ങൾ എന്നിവയാൽ ക്ഷീണമേറ്റ ജനാഭിപ്രായത്തെ നേരിടാൻ പകരം എതിരാളികളെ പുറത്താക്കി മത്സരരംഗം ഒറ്റപക്ഷമാക്കുക എന്നൊരു രാഷ്ട്രീയ തന്ത്രം കൊണ്ടുവരാൻ ശ്രമിക്കുന്നതല്ലേ ഇപ്പോൾ സംഭവിക്കുന്നത് എന്നതാണ് ജനങ്ങളുടെ പ്രധാന സംശയം. സംഘടനയിൽ തന്നെ പ്രശ്നങ്ങളുടെ ചുഴലിക്കാറ്റ് ആഞ്ഞുവീശുമ്പോഴും മറ്റുള്ളവരെ പഴിച്ചുകൊണ്ട് സ്വന്തം ഇമേജ് കാത്തു സൂക്ഷിക്കാൻ പാടുപെടുകയാണ് സഖാക്കളൊക്കെ. BJP, കോൺഗ്രസ് തുടങ്ങിയ പാർട്ടികളിൽ ചിലപ്പോൾ ആന്തര കലഹങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ ഈ തവണ ശ്രദ്ധേയമായത് BJP പ്രവർത്തകർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പ്രചരിപ്പിച്ച് ചിലരെ അയോഗ്യരാക്കുന്ന, അല്ലെങ്കിൽ BJP രാഷ്ട്രീയം മുഴുവൻ കളങ്കിതമാണ് എന്ന് വരുത്തി തീർക്കുന്ന പ്രചരണങ്ങൾ നടത്തിക്കൂട്ടുന്നത് തന്നെയാണ്. രാഷ്ട്രീയ വൈരുദ്ധ്യങ്ങൾക്കിടയിൽ ഇത്തരം ആരോപണങ്ങൾ ഉയരുമ്പോൾ ജനങ്ങൾക്കിടയിൽ വലിയ ആശയക്കുഴപ്പം ഉണ്ടാക്കി വോട്ട് ബാങ്ക് ഉറപ്പാക്കാനുള്ള പ്രവർത്തനമാണ് നേതാക്കന്മാർ നടത്തിക്കൂട്ടുന്നതെന്ന് പറയാതെ വയ്യ. ജനത്തിന്റെ ഈ ആശയക്കുഴപ്പമാണ് ചിലർ ഉപയോഗിക്കുന്നത്. പ്രതിപക്ഷം ഒറ്റപ്പെട്ടാൽ സർക്കാർ എളുപ്പത്തിൽ ജയിക്കുമെന്ന ലക്ഷ്യത്തോടെ. ഇത് ജനാധിപത്യ ബലഹീനതയുടെ അടയാളമല്ലാതെ മറ്റൊന്നുമല്ല. ജനങ്ങൾക്ക് പ്രധാനമായും സർക്കാരിന്റെ മുഖത്ത് നോക്കി ചോദിക്കാനുള്ള ഒരൊറ്റ ചോദ്യം ഭരണത്തിൽ ചെയ്ത പിഴവുകൾ മറയ്ക്കാനാണോ ഈ നീക്കങ്ങൾ എന്നതാണ്. ഏതൊരു സർക്കാരിനും ഒരു കാലയളവിൽ വിമർശനങ്ങൾ ഉണ്ടാകുമെന്നത് സ്വാഭാവികമാണ്. എന്നാൽ പിണറായി സർക്കാരിനെതിരെ ഉയർന്നിരിക്കുന്ന വിമർശനങ്ങൾ സാധാരണ രാഷ്ട്രീയ കുറ്റപ്പെടുത്തലുകൾക്ക് അതീതമായി ഭരണക്ഷമതയെയും വിശ്വാസ്യതയെയും ഭരണവ്യവസ്ഥയുടെ ശുദ്ധിയെയും ചോദ്യം ചെയ്യുന്ന തരത്തിലാണ്. വ്യത്യസ്ത വകുപ്പുകളിൽ ഉണ്ടായ വിവാദങ്ങൾ, സംസ്ഥാനത്തിന്റെ ഭരണത്തിനെതിരെ ഉണ്ടായ ജനരോക്ഷം, തൊഴിൽ, വിദ്യാഭ്യാസ പദ്ധതികൾ, വിദേശ ഇടപാടുകൾ തുടങ്ങിയ മേഖലകളിലെ സംശയങ്ങൾ ജനവിഭാഗങ്ങളെ വല്ലാതെ അസ്വസ്ഥരാക്കി. ഇങ്ങനെ തുടരുന്ന അഴിമതി കേസുകൾ, അധികാര ദുരുപയോഗം വർദ്ധിച്ചു വന്നതോടെ പല കേസുകളിലും സർക്കാർ സ്ഥാപനങ്ങൾക്കും പോലീസിനും സ്വാതന്ത്ര്യമില്ല എന്ന വിമർശനം പോലും ഉയർത്തിയിട്ടുണ്ട്. പാർട്ടി താൽപര്യങ്ങൾക്ക് വിധേയമായ നടപടി എന്ന പരാതിയും പല ആവർത്തി ഉന്നയിക്കപ്പെട്ടു. പ്രതിപക്ഷത്തെ നേരിടാൻ അക്രമ രാഷ്ട്രീയം ആശ്രയിക്കുന്നുവെന്ന് തെളിവ് സഹിതം പലപ്പോഴും പുറത്തു വന്നിട്ടുണ്ട്.
കേരളത്തിൽ രാഷ്ട്രീയ അക്രമം ഇപ്പോഴും ഒരു യാഥാർത്ഥ്യമാണ്. ഇത് ജനങ്ങൾക്കിടയിൽ വലിയ അവിശ്വാസവും പേടിയും സമ്മാനിക്കുകയാണ് പിണറായി സർക്കാർ ചെയ്തത്. സംസ്ഥാനത്തിന്റെ കടബാധ്യതയും തൊഴിലില്ലായ്മയും ഉയർന്നു. വിലക്കയറ്റം, വികസന പദ്ധതികളുടെ മന്ദഗതി, സംസ്ഥാന സ്ഥാപനങ്ങളുടെ ഒക്കെ നഷ്ടം ഒക്കെ പിണറായി സർക്കാർ കേരളത്തിന് സമ്മാനിച്ച വലിയ തിരിച്ചടികളാണ്. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഒഴിഞ്ഞ ഖജനാവിൽ കൈയിട്ട് കോടികൾ വാരി ജനക്ഷേമം എന്ന് പറഞ്ഞ് വീശിയെറിയുമെന്ന് പ്രഖ്യാപിക്കുന്നത് പൊതുജന സേവനവും ക്ഷേമവും മുൻനിർത്തിയല്ല, സ്വന്തം കസേര ഉറപ്പിക്കാനുള്ള വ്യഗ്രതയാണ് എന്ന് ഉറപ്പാണ്. ജനങ്ങൾക്കെന്ന് ചോദിക്കാനുള്ളത്, നിങ്ങൾ ചെയ്ത തെറ്റുകൾ മറയ്ക്കാൻ എതിരാളികളെ ഒഴിവാക്കുന്നത് രാഷ്ട്രീയമോ എന്നുള്ളതാണ്. സർക്കാരിന്റെ ഏറ്റവും വലിയ വെല്ലുവിളി ജനങ്ങളുടെ വിശ്വാസമാണ്. വിശ്വാസം ശക്തമായ വാഗ്ദാനങ്ങളാലോ പ്രസംഗങ്ങളാലോ അല്ല, തെളിവുള്ള സുതാര്യ ഭരണം, സമാധാനം, വികസനം, നീതി എന്നിവയിലൂടെയാണ് വിശ്വാസം നേടുന്നത്. പക്ഷേ ഈ മേഖലകളിൽ സംസ്ഥാനത്തിന് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി വൻ തകർച്ചയാണ് ഉണ്ടായിരിക്കുന്നത്. തിരഞ്ഞെടുപ്പിന്റെ അന്തസ്സും ജനാധിപത്യത്തിന്റെ മഹത്വവും പൊരുതി തോൽപ്പിക്കുന്നതിലും ജയിക്കുന്നതിലുമൊക്കെയാണ്. ഒരു തിരഞ്ഞെടുപ്പ് വിജയം എന്നത് മത്സരിക്കാനുള്ള സാധ്യതകൾ ഇല്ലാതാക്കി നേടുന്ന ഒറ്റപ്പെട്ട വിജയമായിരിക്കരുത്. അതിനൊരു മഹത്തായ വിലയുണ്ട്, ജനങ്ങൾ നൽകിയ വിശ്വാസത്തിന്റെ വില. ജനാധിപത്യത്തിൽ വിജയിക്കുന്നത് ജനങ്ങളെ മനസ്സിലാക്കിയും പ്രശ്നങ്ങൾ പരിഹരിക്കാനും വികസന പ്രതിബദ്ധതയോടെയും ജനസേവനം നടത്തിയാണ്. അല്ലാതെ സ്വന്തം ഖദറിന്റെ കഞ്ഞിപ്പശ പോലും മാറാതെ, വിയർക്കാതെ, ശരീരമനങ്ങാതെ സ്വന്തം കുടുംബത്തെയും മക്കളെയും മാത്രം വികസനത്തിലേക്ക് നയിച്ചുകൊണ്ടല്ല. പ്രതിപക്ഷത്തെയാണ് ദുർബലപ്പെടുത്തിയും സ്ഥാനാർത്ഥികളെ ഒഴിവാക്കിയും ലഭിക്കുന്ന വിജയം ജനാധിപത്യ വിജയമല്ല, അത് അധികാരത്തിന്റെ ദുർവിനിയോഗമാണ്. പിണറായി സർക്കാരിന്റെ ഇപ്പോഴത്തെ തന്ത്രങ്ങൾ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ? തിരഞ്ഞെടുപ്പിന് മുൻപ് നടക്കുന്ന ഈ നീക്കങ്ങളെ ജനങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്ന് ഭരണപക്ഷം ഇനിയെങ്കിലും മനസ്സിലാക്കണം. ഒരു വശത്ത് അഴിമതി, അക്രമം, സാമ്പത്തിക പ്രതിസന്ധി എന്നിവ, മറ്റൊരു വശത്ത് എതിരാളികളെ ഒഴിവാക്കാനുള്ള രാഷ്ട്രീയ ഗൂഢാലോചനകൾ. ഇത് ചേർത്തപ്പോൾ ജനങ്ങൾക്കിടയിൽ ഉയരുന്ന ചോദ്യം ഇത് മാത്രമാണ്: ഈ സർക്കാർ വീണ്ടും അധികാരത്തിലേറാൻ അർഹതയുണ്ടോ എന്ന്. ഇനി എന്തൊക്കെ കൺകെട്ട വേലകൾ കാണിച്ചു കൂട്ടിയാലും ജനവിചാരങ്ങളെ മറികടന്ന് വിജയിക്കാനാവില്ല ഒരു രാഷ്ട്രീയ പാർട്ടിക്കും നേതാവിനും എന്നോർത്താൽ നല്ലത്. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം പഠിച്ചാൽ ഒരു കാര്യം വ്യക്തമാണ്: കേരളക്കര പുറമോടി കണ്ട് ഭ്രമിക്കുന്ന ജനതയല്ല. അവർ കണക്കുകൂട്ടലുകൾ കാണും, നുണകൾ തിരിച്ചറിയും, ആഭ്യന്തര ഗൂഢാലോചനകൾ തിരിച്ചറിയും. ഈ തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ വളരെ ഗൗരവമേറിയതാണ്. വികസനം എവിടെ? സുതാര്യ ഭരണം എവിടെ? ജനക്ഷേമം എവിടെ? അഴിമതിക്ക് ഉത്തരവാദിത്തം ആരുടേത്? ഇവയ്ക്ക് സർക്കാരിന് തെളിവോടുകൂടിയ മറുപടി നൽകാൻ കഴിയുന്നില്ല എങ്കിൽ എത്ര എതിരാളികളെ ഒഴിവാക്കിയാലും, എത്ര തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ കൊണ്ടുവന്നാലും ജനങ്ങൾ തന്നെയാണ് അവസാന വാക്കു പറയുന്നത്. കേരളം അടുത്ത തെരഞ്ഞെടുപ്പിൽ അത് തെളിയിക്കുമെന്നതാണ് പൊതുവായ രാഷ്ട്രീയ വിലയിരുത്തൽ.